ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ മെയിൻ എക്സാം 7ാം ക്ലാസ്സിൻ്റെ മെയിൻ എക്സാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇവിടെ ചോദ്യം വായിച്ച ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ചോദ്യത്തിൻ്റെ ആൻസറിനെ കുറിച്ചൊരു വിശദമായിട്ടൊന്നും പറയാത്തത് സമയമില്ലാത്തത് കാരണമാണ്. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമിനൊക്കെ ഉള്ള മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇനി നിങ്ങളെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ അടുത്ത വർഷം എക്സാമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചോദ്യവും ഉത്തരവും പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമത്തെ ചോദ്യം, സൂറത്ത് ഓതി തീർക്കാൻ വേണ്ടി മഅ്മൂം ഇമാമിനോടൊപ്പം റുക്കൂ ചെയ്യാതിരിക്കുന്നത് എന്താണ്? അവിടെ കറാഹത്താണ്, അവിടെ വിധി. സൂറത്ത് ഓതി തീർക്കാൻ വേണ്ടി മഅ്മൂം ഇമാമിനോടൊപ്പം റുക്കൂ ചെയ്യാതിരിക്കരുത്. അവിടെ റുക്കൂ ചെയ്യണം. ചെയ്യാതിരുന്നാൽ കറാഹത്താണ്. അപ്പോൾ ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. അടുത്തത്, വക്കീല മൻ റാഖ്. ഈ ആയത്തിലെ സീന് സൂചിപ്പിക്കുന്നത്, അവിടെ മൻ എന്നതിൻ്റെ മേലെ ഒരു സീനുണ്ട്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സക്കത്തയെയാണ് സൂചിപ്പിക്കുന്നത്. സക്കത്ത എന്താണ്? ശ്വാസം അയക്കാതെ അല്പം അടങ്ങണം. ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരി. മൂന്നാമത്തെ ചോദ്യം, വബിർ ബിൽ അസ്ബാബില ബിൽ മുന്യ. പദ്യത്തിൻ്റെ ആശയം എന്താണെന്നാണ് അവിടെ ചോദിച്ചത്. എന്താണ് അതിൻ്റെത്? ഓപ്ഷൻ എ, ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അറിവ് ലഭിക്കില്ല, അതിന് നന്നായി അധ്വാനിക്കണം. അറിവ് ലഭിക്കാൻ ആഗ്രഹിച്ചിരുന്നാൽ പോരാ, അറിവ് ലഭിക്കാൻ നന്നായിട്ട് അധ്വാനിക്കുകയും വേണം. നാലാമത്തത്, കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ നിലകൊള്ളുന്ന രാജ്യം ഏതാണ്? തുർക്കിയാണ്. ഓപ്ഷൻ ഡി എന്നതാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്തംബൂൾ എന്ന് മറ്റൊരു പേരുണ്ട്, തുർക്കിയിലാണ്. ഓപ്ഷൻ ഡി. അടുത്തത് എന്താണ്? അഞ്ചാമത്തത്, ഹിബ്ബു റസൂലില്ലാഹി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണത്? ഓപ്ഷൻ സി എന്ന സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു എന്നതാണ് അവിടെ ശരി. അടുത്തത് ആറാമത്തത്, സന്തോഷിച്ചോളൂ, ഈസബിന് മറിയം സുവിശേഷം അറിയിച്ച പ്രവാചകനാണ് നിങ്ങൾ. ഇത് പറഞ്ഞ മഹാൻ ആരാണെന്നാണ്. ഓപ്ഷൻ സി, വറഖത്ത് ബിൻ നൗഫൽ എന്നവരാണ്. വറഖത്ത് ബിൻ നൗഫൽ. അപ്പോൾ അവിടെ സി എന്നത് നമുക്ക് അവിടെ അടയാളപ്പെടുത്താം. അടുത്തത്, ഈമാനിൻ്റെ ശാഖയിൽപ്പെട്ട ഒരു സൽഗുണം. ഈമാനിൻ്റെ ശാഖയിൽപ്പെട്ട ഒരു സൽഗുണമാണ് എന്ത്? ഓപ്ഷൻ എ, ലജ്ജ എന്നതാണ് അവിടെ ശരി ഉത്തരം. ലജ്ജ, ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്, മനസ്സിലാക്കുക. അടുത്തതാണ്, ഉബിയുൽ അക്മഹ വൽ അബ്രല. ആയത്തിൽ സൂചിപ്പിച്ച മോചിതത്ത് ലഭിച്ച പ്രവാചകൻ ആരാണ്? അന്ധരെയും പാണ്ഡുരോഗികളെയൊക്കെ സുഖപ്പെടുത്തുന്നത് ആരാണെന്നാണ്. ഓപ്ഷൻ ബി, ഈസ അലൈഹിസ്സലാം ആണ്. ഓപ്ഷൻ ബി, ഈസ അലൈഹിസ്സലാം എന്നവരാണ്. അപ്പോൾ അത് ശരി രേഖപ്പെടുത്താം. അടുത്തത് 9 എന്താണ്? സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗ വാഗ്ദാനം ലഭിക്കാൻ കാരണമായ സൽക്കർമ്മം എന്താണ്? ഓപ്ഷൻ ഡി എന്നതാണ്. ആരോടും പകയും അസൂയയും ഇല്ലാത്തത് കൊണ്ടാണ്. ആരോടും പകയും അസൂയയും ഇല്ലാത്തവരായിരുന്നു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. അടുത്ത് 10ാമത്തത്, അമലുല്ലി അജലിന്നാശി ഷിർക്കുൻ. പദ്യവരിയിൽ ഒഴിവാക്കാൻ കൽപ്പിക്കുന്ന ദുസ്വഭാവം ഏതാണ്? ജനങ്ങളോട് ഒഴിവാക്കാൻ കൽപ്പിക്കുന്ന ദുസ്വഭാവം എന്താണ്? ലോകമാന്യം. ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്ത 11, വഖഫ് ചെയ്യുമ്പോൾ ഉച്ചരിക്കുകയും ചേർത്ത് ഓതുമ്പോൾ ഉച്ചരിക്കാൻ പാടില്ലാത്തതുമായ അലിഫിന് ഉദാഹരണം ഏതാണ്? നിർത്തുമ്പോൾ ഉച്ചരിക്കുകയും ചേർത്ത് ഓതുമ്പോൾ ഉച്ചരിക്കാൻ പാടില്ലാത്തതുമായ അലിഫ് ഏതാണ്? അപ്പോൾ അവിടെ ഓപ്ഷൻ ബി, ലാക്കിന്ന ഹുവല്ലാഹു എന്ന ഓപ്ഷനാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്ത 12ാമത്തത്, ഉച്ചാരണ സമയത്ത് ശബ്ദത്തോടൊപ്പം കാറ്റ് നടക്കേണ്ട അക്ഷരങ്ങൾ. ഹംസിൻ്റെ അക്ഷരങ്ങൾ ഏതായിരുന്നു? ഫഹസ്സഹു, ഷഹ്സുൻ, സഖത്ത് എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി എന്ന കാഫും ഷീനുമാണ് നമുക്ക് വന്നത്. ഫഹസ്സഹു, ഷഹസുൻ, സഖത്ത് എന്നതിൽ
കാഫും ഷീനും ആണ് അവിടെ ഉള്ളത്. സി എന്നതാണ് ശരിയായപ്പെടുത്തത്. അടുത്തത്, വെള്ളത്തിൽ മുങ്ങി സഹായം തേടുന്നവനെ പോലെയാണ് ആര്, എവിടെ? എവിടെയാണ്? മയ്യിത്ത് ഖബറില്. മയ്യിത്ത് ഖബറില് വെള്ളത്തിൽ മുങ്ങി സഹായം തേടുന്നവനെ പോലെയാണ്. മനസ്സിലാക്കുക. ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരി. 14, ഹുജ്ജത്തുല്ലാഹിൽ ബാലിയ യുടെ രചയിതാവ് ആരാണെന്ന്? ആരാണ്? ഓപ്ഷൻ സി, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി എന്നിവരാണ് അതിൻ്റെ രചയിതാവ്. മനസ്സിലാക്കുക. ശരിയടയാളപ്പെടുത്താം. 15, റായിനെ തർക്കീക്കാക്കുന്ന ഒരു സന്ദർഭത്തിന് ഉദാഹരണം. റായിനെ നേർപ്പിച്ച് ഓതുന്നതിനുള്ള ഒരു സന്ദർഭം ഏതാണെന്നാണ്. ഏതാണ് ഇവിടെ? ഓപ്ഷൻ സി, ലിദി ഹിജ്ർ എന്നതാണ് അവിടെ തർക്കീക്കിന് ഉദാഹരണം. റായിന് മുമ്പ് സുക്കൂനും അതിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് ഹർക്കത്ത് കസറാവുകയും വന്നു. അപ്പം അത് തർക്കീക്ക് ചെയ്യുന്നതിന് ഉദാഹരണമാണ്. അപ്പോൾ മനസ്സിലാക്കുക. ഓപ്ഷൻ സി. 16 എന്താണ്? താഴെ കൊടുത്ത എഴുത്ത് രീതിയുടെ പേരെന്ത്? കുറച്ച് എഴുത്ത് രീതികളൊക്കെ പഠിച്ചിരുന്നു, റസ്മുൽ ഉസ്മാനി അങ്ങനെ. അപ്പോൾ അത് ഏതാണെന്നാണ് അവിടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഏതാണ്? ഓപ്ഷൻ ഡി എന്ന ഹത്തുൽ ഫാരിസി എന്ന എഴുത്ത് രീതിയാണ്. മനസ്സിലാക്കുക. അടുത്തത് 17, ലാ തലൗ ഷൈഅ റഫഅല്ലാഹു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വചനത്തിന്റെ പൊരുൾ എന്താണ്? അള്ളാഹു ഉയർത്തിയതിനെ നീ താഴ്ത്തരുത്. എന്ന ഈ വചനത്തിന്റെ പൊരുൾ എന്താണ്? അപ്പോൾ ഓപ്ഷൻ എ, അള്ളാഹു മഹത്തരമാക്കിയ അറിവിനെ താഴ്ത്തരുത്. അതാണ് അവിടെ ശരിയടയാളപ്പെടുത്തേണ്ടത്. അടുത്ത 18, ഫൈന്നഹു റുക്നി ഇദാ ഹാനതുക അർക്കാൻ. ഫൈന്നഹു റുക്നു ഇദാ ഹാനതുക അർക്കാൻ. വിജയത്തിൻ്റെ തൂണ് ഏത് എന്നാണ്? അള്ളാഹുവിൻ്റെ ദീൻ. ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. അടുത്തത് 19, മാതാവിൻ്റെ പരലോക ഗുണത്തിന് കിണർ കുഴിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച സ്വഹാബി ആരാണ്? മാതാവിൻ്റെ പരലോക ഗുണത്തിന് കിണർ കുഴിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച സ്വഹാബി ആരായിരുന്നു? ഓപ്ഷൻ സി, സഅദ് റളിയല്ലാഹു അൻഹു ആണ്. 20 ചോദ്യം, നന്മയും തിന്മയും ഉണ്ടാക്കുന്നത് അള്ളാഹുവിൻ്റെ വിധി നിശ്ചയപ്രകാരമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നന്മയും തിന്മയും ഉണ്ടാക്കുന്നത് അള്ളാഹുവിൻ്റെ വിധി നിശ്ചയപ്രകാരമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓപ്ഷൻ ഡി, തിന്മക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയില്ല എന്നതാണ് അതിൻ്റെ വ്യത്യാസം. 21, ഹബിഷയിൽ നജ്ജാസി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ച പത്നി ആരാണ്? നജ്ജാസി മുഖേന വിവാഹം കഴിച്ചത് ആരെയാണ്? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ എന്നതാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത് ഏതാണ്? ആമുൽ ജമാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിജ്റ വർഷം ഏതാണ്? ഹിജ്റ 41. ഐക്യത്തിൻ്റെ വർഷം എന്ന പേരിൽ അറിയപ്പെട്ടത് ഹിജ്റ 41 ആണ്. അപ്പോൾ അത് ഓപ്ഷൻ ബി എന്നതാണ് ശരി. അടുത്ത 23 ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികെ വന്ന് മഴ ആവശ്യപ്പെട്ട സ്വഹാബി ആരാണെന്ന്? മഴ ആവശ്യപ്പെട്ട സ്വഹാബി ഓപ്ഷൻ സി, ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി ആണ്. അടുത്തത് 24, കാര്യങ്ങൾക്ക് ബാഹ്യവും ആന്തരികവുമായ പ്രയോജനങ്ങളുണ്ട്. ആന്തരികമായ പ്രയോജനത്തിൻ്റെ ഉദാഹരണങ്ങളിലൊന്ന്. കാര്യങ്ങൾക്ക് ബാഹ്യവും ആന്തരികവുമായ പ്രയോജനങ്ങളുണ്ട്. ആന്തരികമായ പ്രയോജനത്തിൻ്റെ ഉദാഹരണങ്ങളിലൊന്ന് എന്താണ്? മന്ത്രം കൊണ്ട് രോഗം മാറുന്നു. ഓപ്ഷൻ ഡി, അത് ആന്തരികമായ ഒരു പ്രയോജനമാണ്. അപ്പം അത് ഓപ്ഷൻ ഡി എന്നതാണ് അവിടെ. അടുത്തത് 25, ഗരീബ് നവാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂഫി വര്യൻ. ഗരീബ് നവാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂഫി വര്യൻ ആരാണ്? ഓപ്ഷൻ എ, അഷേഖ് മൊഈനുദ്ദീൻ
ചിശ്തി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ എന്നതാണ്. അടുത്തത് എന്താണ്? വയുക്കീമൂന സ്വലാത്ത, അതിലുള്ള അസ്സലാത്തയിലെ റസ്മുൽ ഉസ്മാനിയുടെ സവിശേഷത. വയുക്കീമൂന സ്വലാത്ത് എന്നതിലെ പ്രത്യേകത എന്താണ്? സവിശേഷത എന്താണ്? സ്വലാ എന്നതിലെ ലാമിനെയാണ് നീട്ടുന്നത്, വാവിനെയല്ല. അപ്പം അവിടെ ഒരു എന്താണ്, അതിനെന്താ പറയുന്നത്? അൽ ബദൽ. ബി, ഓപ്ഷൻ ബി അൽ ബദലാണ്. റസ്മുൽ ഉസ്മാനി പ്രകാരം എഴുത്ത് രീതിയിൽ സ്വലാത്ത് എന്നതിൻ്റെ ഇത് ബദൽ. അടുത്തത് എന്താണ്? 27. പരിഹരിക്കാൻ സാധിക്കാത്ത വിധം ഹജ്ജ് നിഷ്ഫലമാകുന്ന ഒരു കാര്യം എന്താണ്? സഅയ് ചെയ്യാതിരിക്കൽ. ഓപ്ഷൻ സി എന്നതാണ്. സഅയ് ഹജ്ജിൻ്റെ ഒരു ഫർളാണ്, സഅയ് ചെയ്യൽ. അപ്പോൾ ചെയ്യാതിരുന്നാൽ ഹജ്ജ് നിഷ്ഫലമാകും. ഓപ്ഷൻ സി എന്നതാണ് അവിടെ. 28. ഞാൻ അവൻ്റെ രാത്രി ഉറക്കം തടഞ്ഞു, അതുകൊണ്ട് അവന് വേണ്ടിയുള്ള എൻ്റെ ശുപാർശ സ്വീകരിക്കണമേ. നാഥനോട് ഇങ്ങനെ പറയുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ഖുർആനാണത് പറയുന്നത്. ഓപ്ഷൻ ഡി. 29. ആശ്വസിപ്പിക്കുന്നവർ അഅ്ലമുല്ലാഹു അജ്റക എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മയ്യിത്തിന് കുടുംബാംഗങ്ങൾ പറയേണ്ടത് എന്താണ്? ഓപ്ഷൻ എ ജസാക്കല്ലാഹു ഖൈറൻ വ തഖബ്ബലല്ലാഹു മിൻക എന്നതാണ് അവിടെ ശരി. അടുത്തത് എന്താണ്? അഅ്ലമു സൂറത്തു ഫിൽ ഖുർആൻ. അഅ്ലമു സൂറത്തു ഫിൽ ഖുർആൻ ഏതാണ്? ഓപ്ഷൻ ഡി സൂറത്തുൽ ഫാത്തിഹ. 31. സിൽക്ക് ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാണ്? കൊക്കൂൺ. ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. 32. പക്ഷികളുടെ ശ്വസന അവയവം ഏതാണ്? ഓപ്ഷൻ ഡി ശ്വാസകോശമാണ് പക്ഷികളുടെ ശ്വസനാവയവം. 33. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കനം കുറഞ്ഞ രക്തക്കുഴൽ ഏതാണ്? ഓപ്ഷൻ സി കാപ്പിലറികൾ എന്നതാണ് അവിടെ ശരി. കാപ്പിലറികൾ. അടുത്തത് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഖനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഖനി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഖനി ദക്ഷിണാഫ്രിക്ക. ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. അടുത്തത് 35. വടക്കേ അമേരിക്കയിലെ കന്നുകാലി ഫാമുകളെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ ഡി റാഞ്ചുകൾ എന്നാണ്. റാഞ്ചുകൾ. അടുത്തത് 36. മിത്രശക്തി 2023 എന്ന സൈനികാഭ്യാസം ഇന്ത്യക്കും ഏത് രാജ്യത്തിനും ഇടയിലാണ് സംഘടിപ്പിക്കുന്നത്? ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലാണ്. ഓപ്ഷൻ ഡി ആണ്. 37. നേപ്പാളിൽ ബുദ്ധമതം നിലവിൽ വന്നത് ആരുടെ ഭരണകാലത്താണെന്ന്? അശോകന്റെ ഭരണകാലത്താണ്. ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. 38. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണ്? ഏനിയാക്ക്. ഓപ്ഷൻ ഡി എന്നതാണ് അവിടെ ശരി. 39. കാൽക്കുലസ്, ത്രികോണമിതി, ബീജഗണിതം എന്നിവ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത്? ഇതൊക്കെ ഉത്ഭവിച്ചത്? ഇന്ത്യയിലാണ് ഉത്ഭവിച്ചത്. ഓപ്ഷൻ എ എന്നത് നമുക്കവിടെ ശരിയടപ്പെടുത്താം. അടുത്തത് ബ്രോമിൻ ബ്രോമിൻ ഒരു ചുവന്ന ദ്രാവകമാണ്. ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. 41. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്? അപ്പോൾ അവിടെ ആ ചോദ്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡാണ്. അതിവിടെ ഓപ്ഷനിൽ ഇല്ല. അടുത്ത ദ്വീപാണ്, 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് പാപ്പുവ ന്യൂഗിനിയ. അപ്പോൾ അതാണ് ഇവിടെ വന്നത്. നമുക്ക് ആ ചോദ്യം നമുക്കവിടെ മാറ്റി വെക്കാം. അടുത്തത് എന്താണ്? സസ്യങ്ങളിൽ വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? സൈലം. ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. സസ്യങ്ങളിൽ വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലം. ഓപ്ഷൻ ബി എന്നത് ശരിയാപ്പെടുത്താം. അടുത്ത 43.
വാട്ട് ഈസ് ദ ടേൺ ഫോർ എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ എ ആസ്. ലൈക്ക് ഓർ ആസ് യൂസ് ചെയ്തിട്ട് താരതമ്യപ്പെടുത്തുന്നതിന്, ലൈക്ക് ഓർ ആസ് വെച്ചിട്ട് താരതമ്യപ്പെടുത്തുന്നതിന് എന്താ പറയുന്നത്? സിമിലി. സിമിലി എന്ന് പറയും. കമ്പാരിഷൻ, കമ്പാരിഷൻ എന്ന് പറയും. അതിൻ്റെ സിമിലി മനസ്സിലാക്കുക, താരതമ്യം ചെയ്യുന്നതിന് കേട്ടോ. അടുത്തത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രിപ്പോസിഷൻ. അതിൽ ഓപ്ഷൻ എ വിത്ത് എന്നതാണ് പ്രിപ്പോസിഷൻ. മനസ്സിലാക്കുക. 45. വാട്ട് ഈസ് ദ കമ്പാരിറ്റീവ് ഫോം എ ബാഡ്. ബാഡിൻ്റെ കമ്പാരിറ്റീവ് എന്താണ് അവിടെ? വോസ്. ബാഡ് മോശം, വോസ് അതിനേക്കാളും മോശം. 46. വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് വോൾഫ്. വോൾഫിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? വോൾവ്സ്. വോൾവ്സ്. എഫ് മാറി അവിടെ VS വന്നു. അതാണ് ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. അടുത്തത് 47. എന്താണ് ചോദ്യം? ഒരു കുളത്തിലെ താമരപ്പൂക്കൾ ദിവസവും ഇരട്ടിയാകുന്നു. 4 ദിവസം കൊണ്ട് കുളം നിറഞ്ഞാൽ കുളത്തിൻ്റെ പകുതി ഭാഗം എത്ര ദിവസം കൊണ്ടാണ് നിറയുക? കുളം നിറയാൻ 4 ദിവസം എടുത്തു. അപ്പം അതിൻ്റെ പകുതി നിറയാൻ എത്ര ദിവസം എടുത്തു എന്നാണ്. അപ്പോൾ 4 ദിവസം കൊണ്ട് കുളം മുഴുവൻ നിറയണമെങ്കിൽ അതിൻ്റെ പകുതി നിറയാൻ 3 ദിവസമാണ്. ഓപ്ഷൻ ഡി എന്നതാണ്. അതായത് 4 ദിവസം കൊണ്ട് ഇരട്ടിയാവുകയാണ്. അപ്പം പകുതി നിറഞ്ഞ് 3-ാമത്തെ ദിവസം പകുതി നിറഞ്ഞാലാണ് 4-ാമത്തെ ദിവസം അത് ഇരട്ടിയാവുള്ളൂ. അപ്പം 3 ദിവസം കൊണ്ട് പകുതി നിറയും, 4-ാം ദിവസം അത് ഇരട്ടിയാവും. മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നത്. 48. താഴെ കൊടുത്തിരിക്കുന്നതിൽ 4 2/5 തുല്യമായത് ഏതാണ് എന്നാണ്. അപ്പം അതിൻ്റെ ആൻസർ വരാൽ എങ്ങനെയാണ്? ഏതാണ്? 22/5. അതാണ് ഓപ്ഷൻ സി എന്നതാണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 888 ഇൻറ്റു 999. 888-നെ 999 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആൻസർ എത്രയെന്നാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത 50-ാമത്തത് 1000 ഡിവൈഡ് 11 ഡിവൈഡ് 1. അപ്പോൾ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി 91 എന്നതാണ് അവിടെ ശരി ഉത്തരം വരിക. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് 7-ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.